കോഴിക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം തുടങ്ങാനിരിക്കെ വലിയ അട്ടിമറിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വൈസ് ചാൻസലർ ഇടപെട്ട് 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇവർക്കെതിരെ ഗുരുതരമായ കുറ്റമില്ലെന്നും കേസിലെ പ്രതികളല്ല എന്നുമാണ് വൈസ് ചാൻസലർ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ കേസ് അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ട്. ഗവർണർക്ക് അവർ പരാതിയും നൽകി. സസ്പെൻഷൻ പിൻവലിച്ചത് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഗവർണർ. സിദ്ധാർത്ഥന്റെ പിതാവ് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ഗവർണർ ഇതിലിടപെട്ടിരിക്കുകയാണ്. VC-ക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഇതിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, VC നൽകുന്ന വിശദീകരണം മുഴുവൻ തള്ളിയിരിക്കുകയാണല്ലോ ഇപ്പോൾ ഗവർണർ. വലിയൊരു അട്ടിമറിയാണോ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം നടക്കാനിരിക്കെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന്? അങ്ങനെ തന്നെ പറയേണ്ടി വരും മഞ്ജുഷ്. കാരണം 33 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ വൈസ് ചാൻസലർ റദ്ദാക്കി അവരെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചത്. അവിടെ പ്രധാനമായിട്ട് ഉയർന്നു വന്ന ആക്ഷേപം ഈ 33 പേരെ സസ്പെൻഡ് ചെയ്ത് അവരെ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായി ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് വരാതെ തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ തിരികെ എടുത്തത്. അതിന് വൈസ് ചാൻസലർ പറഞ്ഞ ന്യായം അവർ 1ാം വർഷ വിദ്യാർത്ഥികളാണ്. സിദ്ധാർത്ഥനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഇവർക്ക് നേരിട്ട് പങ്കില്ല എന്നാണ്. പക്ഷേ അവിടെ ഉയരുന്ന ആക്ഷേപം ഇതിൽ ഈ 33 പേരിൽ ഒരാൾ ഒരു പാർട്ടി നേതാവിൻ്റെ മകനാണ്. അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയധികം ആളുകളെ ഒരുമിച്ച് സസ്പെൻഷൻ പിൻവലിച്ച് എടുക്കുന്ന തീരുമാനത്തിലേക്ക് വൈസ് ചാൻസലർ കടന്നത് എന്ന ആക്ഷേപമാണ് ഉയർന്നത്. അത് രാഷ്ട്രീയ വിവാദമായതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ട് തീരുമാനം അറിയിച്ചിരിക്കുന്നത്. സസ്പെൻഷൻ നടപടി റദ്ദാക്കാനുള്ള തീരുമാനം ഗവർണർ മരവിപ്പിച്ചിരിക്കുകയാണ്. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അമ്മാവനായ ഷിബു ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷിബു, ഇക്കാര്യത്തിൽ നിങ്ങൾ ഒരു അട്ടിമറി സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ആദ്യം മുതലേ വിചാരിക്കുന്നു ഈ പെട്ടെന്ന് തന്നെ നമ്മുടെ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ആയാലും BJP ആയാലും ഞങ്ങളോടൊപ്പം എല്ലാ ആളുകളും സംഘടനകളും എല്ലാവരും ചേർന്ന് നിന്ന് ശക്തമായി പ്രവർത്തിച്ചതും മീഡിയയും നമ്മളോടൊപ്പം ശക്തമായ മീഡിയ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അപ്പൊ അത് അവർക്ക് ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി എന്നുള്ള കണ്ടീഷനിൽ ഇവരെല്ലാം പ്പോൾ ഈ സമരം അടിച്ചൊതുക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പെട്ടെന്ന് CBI അന്വേഷണം അവർ പ്രഖ്യാപിച്ചതുപോലെ ആയി. അത്തരത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച ഉടൻ തന്നെ മറ്റുള്ള സമരപരിപാടികൾ അവസാനിക്കുന്നു, മീഡിയ സപ്പോർട്ടുകൾ കുറയുന്നു. അതായത് അവർക്കറിയാം അപ്പൊ രാഷ്ട്രീയപരമായിട്ട് അവരുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ പരിപാടികൾ കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി ഞങ്ങളെ ഒരു സമാധാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ് ഈ CBI അന്വേഷണം അവർ പ്രഖ്യാപിച്ചത്. ഇപ്പോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ VC ഇപ്പൊ എടുത്തിരിക്കുന്ന നടപടി ഇനിയും ഒരു തുടക്കം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പൊ 33 പേരുടെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരു തുടക്കം കുറിക്കുകയും ആരും പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ മുഴുവൻ ആളുകളെയും തിരിച്ചെടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു. ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 20 പേരുൾപ്പെടെ ഉള്ളവരെ VCയുടെ നേതൃത്വത്തിൽ വെള്ളപൂശുക, അവരാരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും നല്ല ആളുകളാണെന്ന് വരുത്തിപ്പോവാൻ VC ശ്രമിക്കുകയും ഇവരുടെ എല്ലാവരുടെയും സസ്പെൻഷൻ ക്യാൻസൽ ചെയ്ത് കുറ്റക്കാരല്ലാതാക്കുവാൻ വേണ്ടിയുള്ള റിപ്പോർട്ട് VC കുട്ടിലെങ്കിലും കൊടുക്കേണ്ട നടപടിയായിരിക്കും. അതിനുള്ള മുന്നോടിയായിട്ടുള്ള പ്രവർത്തനമാണ് ഇതെന്ന് നമുക്ക്. ഷിബു, നേരത്തെ ഈ വൈസ് ചാൻസലർ ഗവർണർ നിയമിച്ച ആ വൈസ് ചാൻസലർ ആണല്ലോ ഇത്, നേരത്തെ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നടപടി അത് നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതായിപ്പോയില്ലേ? നേരത്തെ ഡീനിനെ സസ്പെൻഡ് ചെയ്ത അതേ വൈസ് ചാൻസലർ അല്ലേ ഇപ്പോഴുള്ളത്? തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും. കാരണം ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നതിന്റെ തലേ ദിവസം ആദ്യം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് അദ്ദേഹം വീട്ടിൽ വന്ന് ഞങ്ങളെ കണ്ടതിന് ശേഷം മാത്രമാണ് ജോയിൻ ചെയ്തത്. അപ്പോഴേ ഞങ്ങൾക്ക് വന്നിട്ടാണ് പോയത്. നിയമമായ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അത്തരത്തിലാണ് അദ്ദേഹം പോയ ഉടനെ തന്നെ ഡീനിന്റെ ആൻസറുകൾ ശരിയല്ല, അതായത് വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യുകയും മറ്റുള്ള നടപടികൾ സ്വീകരിച്ചുവെങ്കിലും അദ്ദേഹം ആ സമയത്ത് നിന്ന നിലപാടല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും
പ്രഷർ വേറെ എവിടെന്നെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ നടപടി എന്തായാലും ഈ 33 പേരുടെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നോടിയാണ്. ഞങ്ങൾക്ക് എന്ത് സമ്മർദ്ദമായിരിക്കും അദ്ദേഹത്തിന് മേൽ ഉണ്ടായിരിക്കുക? ഇപ്പോൾ ഈ 33 പേരിൽ ഈ CPM-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ ഉണ്ടോ? അത് മാത്രമല്ല, VC പറയുന്ന കാര്യം ഇവരെ 7 ദിവസത്തേക്കായിരുന്നു സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇതിനകം തന്നെ സസ്പെൻഷൻ കാലാവധി തീർന്നു എന്നാണ്. അത് ശരിയാണോ? ഈ VC പറയുന്ന ന്യായങ്ങൾ ശരിയാണോ? പിന്നെ പറയുന്നത് ഗുരുതരമായ കുറ്റത്തിൽ ഏർപ്പെട്ടിട്ടില്ല, നേരിട്ട് പങ്കാളിയല്ല എന്നൊക്കെ VC പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല സാർ, ഇല്ല. അദ്ദേഹം പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലെന്ന് അറിയില്ല. ഇദ്ദേഹത്തിന് ഈ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള ഈ കുട്ടികളുടെ എല്ലാവരുടെയും രക്ഷകർത്താക്കളൊക്കെ ഉന്നത അവരെല്ലാവരും രാഷ്ട്രീയ സ്വാധീനവും മറ്റുള്ള തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ ഉന്നതങ്ങളിലും ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവരെ എല്ലാവരും രക്ഷിക്കുന്നത്. അതുമല്ല, അധ്യാപകർ ആളുകളുടെ സ്വാധീനം ഇതിനകത്തുണ്ട്. ഈ അധ്യാപകരും കൂടെയാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത്. അവരെല്ലാവരും ചേർന്ന് ഈ കുട്ടികളെ എല്ലാം രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് VC സമ്മർദ്ദം കിട്ടുക. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പേരിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, SFI ആണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പൊ SFIയിലുള്ള കുട്ടികളെ സംരക്ഷിക്കുക എന്നത് അവരുടെ ഒരു മോട്ടീവാണ്. അത് അവര് നടപ്പിലാക്കും ഏത് രീതിയിൽ വേണോ. അതിന്റെ മുന്നോടിയായിട്ട് അവര് പക്ഷേ ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഗവർണർ ആ സസ്പെൻഷൻ പിൻവലിച്ച നടപടി റദ്ദാക്കിയിട്ടുണ്ട്. ഷിബു, ഇപ്പോൾ റദ്ദാക്കി ഗവർണർ റദ്ദാക്കിയിട്ടുണ്ട്. VCയുടെ നടപടി തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഈ CBI അന്വേഷണത്തെ കുറിച്ച്. CBI അന്വേഷണം വെറുതെ പറഞ്ഞ ഒന്നായിട്ടാണോ കുടുംബം ഇപ്പോൾ കാണുന്നത്? ഒരു നടപടിയും അതേക്കുറിച്ച് തുടങ്ങിയിട്ടില്ല എന്ന്. അതെ സാർ, ഞാൻ CBI അന്വേഷണം വെറുതെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോയ ആ നിമിഷം തന്നെ ഞങ്ങളാണ് ലിഫ്റ്റിൽ കയറി വെളിയിലിറങ്ങി സെക്രട്ടേറിയറ്റിന്റെ പുറത്തെത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ പോലുള്ള മുഴുവൻ ചാനലുകളിലും ഫ്ലാഷ് ന്യൂസ് എഴുതി കാണിച്ചു CBI അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന്. വീട്ടിൽ വന്ന് കയറുന്നതിന് മുന്നേ തന്നെ ഗസറ്റ് വിജ്ഞാപനവും വന്നു. അത്ര ഫാസ്റ്റായിട്ട് വെറും 15 മിനിറ്റിനകത്ത് നടന്ന ഈ പ്രോസസ്സിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇന്ന് എത്ര ദിവസം, 9-ാം തീയതിയും ഇന്നുള്ള ഡിഫറൻസ് നോക്കണം സാർ, എത്ര ദിവസമായെന്ന്. ഇന്ന് വരെ ഒരു ഫയലിന്റെ ഒരു നീക്കം, ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഡൽഹിയിൽ ഹോം മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കേണ്ട നടപടി ഇന്ന് വരെയും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് മനഃപൂർവ്വം അന്ന് നമ്മളെ സമര പരിപാടികൾ നിർത്തിവെക്കുന്നതിലേക്ക് വേണ്ടി നടത്തിയ ഒരു നാടകമായിട്ട് കാണാൻ പറ്റുള്ളൂ. എന്നാൽ എങ്കിൽ എന്തുകൊണ്ട് അതേ സ്പീഡ് എന്തുകൊണ്ട് ഈ ഫയൽ നീക്കുന്നതിലും അവർ കാണിച്ചില്ല? ഈ ഫയല് കൃത്യമായി ഹോം മിനിസ്ട്രിയിൽ എത്തിയാലല്ലേ CBI വന്നിട്ട് അന്വേഷണം നടത്തുള്ളൂ. ഇല്ല എങ്കിൽ CBI ഇതിനി ഫയല് ഹോം പോയി ട്രിവാൻഡ്രത്ത് വന്ന് ഇങ്ങനെ കറങ്ങി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എത്ര മാസമാവും? അപ്പൊ അവർ നടക്കും. ഇപ്പോഴേ തെളിവെല്ലാം നശിപ്പിച്ചു, മുഴുവൻ തെളിവുകളും അപ്പം നശിച്ചു തീരും. അപ്പം ഈ കുട്ടികളെ എല്ലാവരും അവർക്ക് ഈ കുറ്റവാളികളെ, കൊലപാതകളെ എല്ലാം രക്ഷപ്പെടുത്താൻ കഴിയും. SFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിയും. ഞങ്ങൾ നേരത്തെ കണ്ടതല്ലേ സാറ്, SFIയിലെ യൂണിറ്റ് സെക്രട്ടറി അരുണിന്റെ റൂമിൽ ചെന്ന് 8 മാസത്തോളം ഒപ്പിടണമെന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പ്രതി ചെയ്യുന്ന രീതിയല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പൊ SFI യൂണിറ്റിനെ സംരക്ഷിക്കുക എന്നത് ഗവൺമെന്റിന്റെ അജണ്ടയാണല്ലോ. അപ്പൊ ഗവൺമെന്റ് അത്തരത്തിലുള്ള നടപടികൾക്ക് വേണ്ടി ഇതിനെ പൂഴ്ത്തി അല്ലെങ്കിൽ കാലതാമസം വരുത്തുന്നതെന്ന് ഞങ്ങൾക്കിപ്പോ പറയാൻ കഴിയുള്ളൂ. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ, ഒരു വീട്ടുകാരുടെ കാഴ്ചപ്പാടിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാവുള്ളൂ. അപ്പൊ അവരിപ്പോ ചിലപ്പോൾ ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവര് ഞങ്ങളെ ധരിപ്പിച്ചിട്ടില്ല ഇതാണ് ഇന്ന കാരണമാണെന്ന്. അല്ല, അത് നേരത്തെ സിദ്ധാർത്ഥന്റെ പിതാവ് തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടപ്പോഴാണല്ലോ ഈ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വീണ്ടും മുഖ്യമന്ത്രിയെ സമീപിച്ചുകൂടെ നിങ്ങൾക്ക്? അങ്ങനെ നിങ്ങൾ നോക്കുന്നുണ്ടോ? അങ്ങനെ അതെ സാർ, ഇതില് ഇനി കാലതാമസം നീണ്ടു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതേ ഉള്ളൂ. ഒന്നുകിൽ മുഖ്യമന്ത്രിയെ കാണുക, എന്ത് നടന്നില്ല എങ്കിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയും പോലെ അദ്ദേഹം ഒരു സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവേണ്ടതായിട്ട് വരും മുഖ്യമന്ത്രിയുടെ അടുത്തോട്ട്. അല്ലാതെ വേറെ ഒരു ഇതും നമുക്കിപ്പം തോന്നുന്നില്ല. CBI അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് എന്തും സഹിച്ച് നമ്മൾ പോരാടും. ശരി ഷിബു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഗുരുതരമായ കാര്യം തന്നെയാണ് ഷിബു പറഞ്ഞത്. ഇങ്ങനെയുള്ള സംശയം കുടുംബത്തിനുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടത്. വൈസ് ചാൻസലർ തന്നെ ഇടപെട്ട് 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചു. എന്തായാലും ഗവർണർ വൈസ് ചാൻസലറുടെ തീരുമാനം റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെ സസ്പെൻഷൻ പിൻവലിക്കാൻ പറ്റില്ല എന്ന് ഗവർണർ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാൻ ചേരുകയാണ്. ഡാൻ, ഇപ്പോൾ ഷിബു പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതിൽ CBI അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ ഉള്ളതാണ്, ശരിയാണ്. പക്ഷേ കുടുംബം സംശയിക്കുന്നു CBI അന്വേഷണം വെറും വാക്കാണോ എന്ന്. അതിലും കാര്യമുണ്ടല്ലോ.
സ്വാഭാവികമായി അത്തരമൊരു ഒത്തുകളി അത് തന്നെയാണ് കുടുംബം മുമ്പോട്ട് വെക്കുന്നത്. അതിന് ആ സംശയത്തിന് ബലം പകരുന്ന തരത്തിലുള്ളൊരു നടപടിയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് തന്നെയാണ് ഏറെ വിവാദമായി മാറിയതും ഏറ്റവും ഒടുവിൽ ചാൻസലർ കൂടിയായ ഗവർണർ ആ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നതും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ആവശ്യം കുടുംബമടക്കം മുമ്പോട്ട് വെച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായേക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലായിരുന്നു. അത് കൃത്യമാണ് എന്ന് വരുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ കൂടി പൊതുവിലേക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായി ആ ആവശ്യം ന്യായമായ ആവശ്യമായിരുന്നു എന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉയരും. എന്തായാലും ഈ CBI ഈ കേസിന്റെ അന്വേഷണം വൈകാതെ തന്നെ ഏറ്റെടുത്തേക്കും എന്നാണ് സൂചന. അങ്ങനെ ഏറ്റെടുക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കേസിന്റെ പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥർ ഈ പൂക്കോട് സർവകലാശാലയിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നടക്കം കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നതടക്കമുള്ള ആവശ്യങ്ങളും ഈ കുടുംബാംഗങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ, അതായത് ഗവർണർ ഈ നടപടി എടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്ന ഒരു പശ്ചാത്തലം അത് ഉണ്ടായാൽ അതുമായി തുടർ നടപടികളുമായി ഈ VC മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ തരത്തിലുള്ള ഒരു വിവാദങ്ങളിലേക്ക് അത് വഴിമാറുന്ന സാഹചര്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു. മഞ്ജു, ശരി ഡാൻ, എന്തായാലും ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെട്ടു, അത് ആശ്വാസകരമാണ്. വൈസ് ചാൻസലറുടെ നടപടി വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് റദ്ദാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുവാൻ വൈസ് ചാൻസലർ എടുത്ത തീരുമാനം ഗവർണർ റദ്ദാക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷനിൽ തുടരേണ്ടി വരും.